പ്രിയമുള്ളവരെ, എല്ലാവർക്കും പ്രഭാതത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മളെല്ലാവരും സുഖത്തിനു വേണ്ടിയാണ് സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ആനന്ദപൂർണ്ണനാകാം, പരമാനന്ദപൂർണ്ണനാകാം. പക്ഷെ പലപ്പോഴും അത് കഴിയാറില്ല. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയൊക്കെയാണല്ലോ. ധാരാളം വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ ദൈനംദിന ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കല്പം വിശ്രമിക്കാൻ പോലും സമയമില്ലാത്തൊരു കാലഘട്ടമാണല്ലോ. നമുക്കറിയാം, നമ്മളിപ്പോൾ സുഖമായി ഉറങ്ങിയെന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സുഖമെന്ന് നമ്മളൊന്ന് കൂലങ്കുഷമായി ചിന്തിച്ചാൽ മനസ്സിലാവും. ഒന്നിലും ഇടപെടാതെ കുറച്ച് സമയം സ്വസ്ഥമായി, ചിന്തകളില്ലാതെ, മനസ്സില്ലാതെ വിശ്രമിക്കുക, വിശ്രാന്തനാവുക. അത് കഴിഞ്ഞപ്പോൾ ഒരു സുഖം, എന്തോ ഒരു സുഖം. ഈ സുഖത്തിന് വേണ്ടിയാണ് മനുഷ്യൻ പലതിൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനത്തിന് വേണ്ടിയും, മാനത്തിന് വേണ്ടിയും, പണത്തിന് വേണ്ടിയും, അധികാരത്തിന് വേണ്ടിയും ഒക്കെ. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മനസ്സിലാവും, സുഖമായി ഒന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഒന്നുമില്ല, എല്ലാം മറക്കുമ്പോഴാണ് സുഖമായി ഉറക്കം വരുന്നത്. പക്ഷേ നമ്മൾ ഈ സാധാരണ ജീവിതത്തിൽ അങ്ങനെ പറ്റില്ല. നമ്മൾ ഉത്തരവാദിത്തത്തോടെ കർമ്മം ചെയ്യണം. പക്ഷെ അവിടെയും അപ്പോഴും സുഖമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു കർമ്മം ആർക്കെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവണം, ഒരു സംതൃപ്തി ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമ്മൾ ആരെങ്കിലും സഹായിക്കാൻ പോലും പോകും. അല്ലേ ആരും ഒന്നും അനങ്ങില്ല. അപ്പോൾ ഈ ഒരു അബോധാവസ്ഥ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉണ്ട്. ഇവിടെ മഹാനായ ഓഷോ പറയുന്നത്, നമ്മളിൽ ബോധം വളരുമ്പോൾ നമ്മളിൽ ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും, പരമാനന്ദം. ബോധം ചുരുങ്ങി വരുമ്പോൾ, അബോധാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് സംഘർഷവും ജീവിതം നരകതുല്യമാവുകയും ചെയ്യും. ഒരേ ഒരു പാപം അബോധാവസ്ഥയും, ഒരേ ഒരു പുണ്യം ബോധാവസ്ഥയും. അപ്പോൾ ബോധത്തെ വളർത്തുക എന്നുള്ളതാണ്, ബോധവാനാകുക എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും എല്ലാം അവെയറാവുകയാണ്. അങ്ങനെ ബോധപൂർവ്വം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ചെയ്യലിൽ തന്നെ ഒരു പരമാനന്ദം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടല്ല, ആ ചെയ്യുന്ന നിമിഷം മുതൽ ആനന്ദം തന്നെയാണ്. അങ്ങനെ ഒരു തലം നമുക്ക് വേണമെങ്കിൽ പരിശീലിച്ചാൽ അനുഭവിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ ആരെയും ഒരു കാരണവശാലും ദ്രോഹിക്കുവാനോ വേദനിപ്പിക്കുവാനോ ഒരിക്കലും ശ്രമിക്കില്ല. നമുക്കറിയാം, നമ്മൾ തന്നെയാണ് അവരും. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു സാന്ത്വനമായി, വെളിച്ചമായി, ഒരു പുഷ്പം വിരിയുന്നത് പോലെ ചുറ്റുപാടും സുഗന്ധം നൽകിക്കൊണ്ട് അതില്ലാതാവുകയാണ്. അങ്ങനെ ഒരു മാനവൻ, വിശ്വസിക്കാൻ കൊള്ളുന്നൊരു വ്യക്തി, ഒരു പുതിയ മാനവൻ ജനിക്കുകയാണ്, പുതിയ അവബോധത്തിൽ. ഈ സംഘർഷത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം നേടാം? അവിടെയാണ് മഹാനായ ഓഷോ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു പോയത്. ആവശ്യമുള്ളവർക്ക് അവിടെ സ്വീകരിക്കാം, എല്ലാവർക്കും അതൊന്നും വേണമെന്നില്ല. പക്ഷേ നമ്മൾ ബോധപൂർവം കാര്യങ്ങളെ നോക്കി കാണുക എന്നുള്ളതാണ് പരമാനന്ദത്തിലേക്കുള്ള വഴി. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.